കൊല്ലം അഞ്ചാലുമൂട്ടിൽ നായ്ക്കളെ വെട്ടി ആയുധ പരിശീലനത്തിന്റെ ഭാഗമാണെന്ന് സംശയം. രാജ്കുമാർ തരും കൂടുതൽ വിവരങ്ങൾ. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? കൊല്ലം അഞ്ചാലുമൂട് കൊച്ചാലുമൂട് ജംഗ്ഷനിലുള്ള സേക്രഡ് ഹാർട്ട് സ്കൂളിന്റെ സമീപത്ത് അതിന് തൊട്ടു മുന്നിലാണ് രണ്ട് നായകൾ വെട്ടേറ്റ നിലയിലുള്ളത്. ഇതിൽ ഒരു നായ ചത്തിട്ടുണ്ട്. മറ്റൊരു നായയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ടെങ്കിലും അത് ഇതുവരെ ചത്തിട്ടില്ല. അതിന്റെ നടുവിനും കഴുത്തിനും ചിറിക്കും കാലിനും വെട്ടേറ്റ നിലയിലാണ്. അതേസമയം ചത്ത നായ്ക്കും അതുപോലെ തന്നെ ഒരു ഭാഗം വെട്ടിന്റെ ആഘാതത്തിൽ അടന്നുപോയിട്ടുണ്ട്. നടുവിനും വടിവാൾ ഉൾപ്പെടെ ഏതെങ്കിലും മാരകായുധം വെച്ച് വെട്ടിയതായിരിക്കാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. ഇത് ഏതെങ്കിലും ഈ മുമ്പും കേരളത്തിൽ പല സ്ഥലങ്ങളിലും നായകളെ വെട്ടി പരിശീലിക്കുന്ന സംഘങ്ങളെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകളും വാർത്തകളും ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ വല്ലതും ആണോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ രൂക്ഷമാണെന്നും കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇവിടെ നായകളുടെ നിലവിളിയും ബഹളവും എല്ലാം കേട്ടിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. സ്കൂളിന് മുന്നിൽ വെച്ചിരിക്കുന്ന CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ ഒരു പരിശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ട്. തീർച്ചയായും രാജ്കുമാർ, ചത്തത് നായ്ക്കളാണെങ്കിലും നടപടി തികച്ചും അസ്വാഭാവികം തന്നെയാണ്. അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? മുമ്പും ഇതേ പ്രദേശത്ത് ഇതുപോലെ നായകളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അങ്ങനെ ഒരു പരിശീലനം നേടുകയും പിന്നീട് അത് CPM പ്രവർത്തകർക്ക് അതുപോലെ വെട്ടേൽക്കുക സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് ഈ പ്രദേശത്ത് വഴിവെച്ചിരുന്നു. അതുപോലുള്ള എന്തെങ്കിലും ആണോ എന്ന് ഇതുവരെ ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം ആരും ഉന്നയിച്ചിട്ടുമില്ല. അതേസമയം പോലീസ് ഇക്കാര്യങ്ങളെല്ലാം ഗൗരവമായി തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് നായയാണ്. ഇനി ഏതെങ്കിലും കൂടുതൽ നായകൾ വെട്ടേറ്റ് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും പ്രദേശവാസികൾ നാട്ടുകാരെല്ലാം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.